കാഴ്ചപ്പാട്. അതെ, കാഴ്ചപ്പാട്. കാഴ്ചപ്പാടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മനുഷ്യന് സാധിക്കാത്തത് എന്താണുള്ളത്? പലപ്പോഴും പ്രകൃതിക്ക് മുമ്പിൽ, പ്രകൃതി ദുരന്തങ്ങൾക്ക് മുമ്പിൽ നിസ്സഹായനാകുന്ന മനുഷ്യനെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ മനുഷ്യ മനസ്സ് ശ്രമിച്ചാൽ പുനർനിർമ്മിക്കാൻ കഴിയാത്ത ഏത് മലയാണുള്ളത്? 2018 വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയ ഒരു മല, ഒരു റോഡ് എങ്ങനെയാണ് സമൂഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് പുനർനിർമ്മിച്ചത്? ഇന്ന് ആ വിജയഗാഥ അമ്പഴച്ചാലിൽ എന്താണ് സംഭവിച്ചത്? ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മീഡിയ നെറ്റിൽ ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ ബിജു തോണക്കര. അദ്ദേഹം ഒരു ചാർട്ടേഡ് എഞ്ചിനീയർ എന്ന നിലയിൽ ഏറെ പ്രശസ്തനാണ് നമ്മുടെ ജില്ലയിൽ. ഏതാണ്ട് 25 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം KTDC എഞ്ചിനീയറായി എത്തിയതാണ്. മൂന്നാർ ആനച്ചാൽ മേഖലയിലെ ബിൽഡിംഗ് സ്ട്രക്ചർ മാത്രമല്ല, എല്ലാ മേഖലയിലും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ പതിഞ്ഞിട്ടുണ്ട്. ആള് കണ്ണൂർക്കാരനാണ്. തന്നെയുമല്ല, എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റായി ഏറെക്കാലം അദ്ദേഹം ഇരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഗതം സാർ. സാർ, ഇത്തവണത്തെ മൂന്നാറുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് ഒരു 2.5 പതിറ്റാണ്ടിൻ്റെ പരിചയമുണ്ട് അല്ലേ? പ്രത്യേകിച്ച് ആ 2.5 പതിറ്റാണ്ടിനിടയിലാണ് മൂന്നാറിൻ്റെ ടൂറിസം ഏറെ വികസിച്ചത് എന്ന് ഞാൻ കരുതുന്നു. തന്നെയല്ല, നമ്മളിപ്പോൾ കാണുന്ന വലിയ ഉയരത്തിലുള്ള റിസോർട്ടുകൾ, വലിയ ബിൽഡിങ്ങുകൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ അങ്ങയുടെ കയ്യൊപ്പുണ്ട്. വളരെ ശക്തമായി അങ്ങയെ ഇവിടുത്തെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു പരിചയം, കഴിഞ്ഞ ഒരു 25 വർഷത്തിനിടയിലെ പരിചയത്തിനിടയിൽ ഇത്ര മാന്യം അനുഭവപ്പെട്ട ഒരു ഓണക്കാലം അങ്ങേക്ക് ഓർമ്മ വരുന്നുണ്ടോ? സാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഞാൻ 25 വർഷം മുമ്പോട്ട് വരുമ്പോൾ ശരിക്കും മൂന്നാർ ഫ്ലറിഷ് ചെയ്ത് വരുന്ന സമയമാണ്. ടൂറിസം അത്രയേറെ നമ്മുടെ എസ്പെഷ്യലി ആനച്ചാൽ മേഖലയിലൊന്നും ടൂറിസമേ ഇല്ലല്ലോ, വളരെ കുറച്ച് വർഷങ്ങളായുള്ളൂ. ഈ വർഷം എനിക്ക് തോന്നുന്നത് നമ്മുടെ വയനാട് ദുരന്തം തീർച്ചയായിട്ടും നമ്മുടെ ടൂറിസത്തെ പുറകോട്ടടിച്ചിട്ടുണ്ട്. ഹൈറേഞ്ചിലേക്കുള്ള യാത്ര അപകടകരമാണ് എന്നുള്ള രീതിയിൽ ഇപ്പം വയനാട്ടിൽ ശരിക്കും ഞാനൊരിക്കൽ സന്ദർശിക്കുകയുണ്ടായി. നമ്മുടെ ദുരന്തബാധിത മേഖലയിൽ ഒരു മേപ്പാടി ദുരന്തം അതിനുശേഷം ഞങ്ങൾ പോയിരുന്നു അസോസിയേഷനായിട്ട്. അപ്പോൾ കേവലം 3 വാർഡിലാണ് ദുരന്തം ഉണ്ടാകുന്നത്. വലിയ ദുരന്തം തന്നെയാണ്, ഒരുപാട് പേര് മരിച്ചു എന്നൊക്കെയുള്ളത് ദുഃഖകരമാണെങ്കിൽ പോലും കേവലം 3 വാർഡിലുണ്ടായ ഒരു ദുരന്തത്തെ വയനാട് ദുരന്തമാക്കി ചിത്രീകരിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു അജണ്ട ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഒരു പഞ്ചായത്തിന്റെ, മേപ്പാടി പഞ്ചായത്തായിരിക്കാം, മേപ്പാടിയും അല്ല, അവര് മറ്റൊരു പഞ്ചായത്താണ്. ഒരു പഞ്ചായത്തിന്റെ 3 വാർഡുകളിൽ മാത്രം അഫക്റ്റ് ചെയ്ത ഒരു ദുരന്തമാണ് ഒരു ജില്ലയിലെ മുഴുവൻ ദുരന്തമായി പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇടുക്കി അടക്കമുള്ള ഹൈറേഞ്ചുകളിലെല്ലാം റെഡ് അലർട്ട്, പല പല നെഗറ്റീവ് ന്യൂസുകൾ ഒരുപാട് വന്നല്ലോ. ഹൈറേഞ്ചിലെ ടൂറിസം വല്ലാതെ അഫക്റ്റഡ് ആവുന്ന ഒരു കാരണം അത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ തവണത്തെ ഓണം മാവേലിക്ക് തൃപ്തികരമാവില്ല, അതുവഴി ജനങ്ങൾക്കും തൃപ്തികരമാവാൻ സാധ്യതയില്ലെന്നാണ് കണക്കൂട്ടുന്നത്. ശരിക്കും മൂന്നാറിലെ ടൂറിസം അല്ലാതെ മറ്റൊരു സാധ്യത ഇല്ലാതായി. സാറിനറിയാമല്ലോ, കൃഷിക്കാർക്ക് യാതൊരു കാരണവശാലും ഹൈറേഞ്ചിൽ ഈ വന്യമൃഗശല്യം പോലത്തെ വിഷയങ്ങൾ കാരണം ഹൈറേഞ്ചിൽ കൃഷിക്കാർക്ക് ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ഞാൻ കുറച്ചെങ്കിലും കൃഷി ചെയ്യുന്ന ആളാണ്. എല്ലാ രീതിയിലുള്ള വന്യജീവികളും അറിയാമല്ലോ, ഒരു രീതിയിലും കൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഒരേ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ടൂറിസമാണ്. കഠിനമായ ഭൂനിയമങ്ങൾ, വന്യമൃഗശല്യം, ഇതൊക്കെ മൂലം സാധാരണക്കാർ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് അല്ലേ? ഈ ഒരു സമയത്താണ് സത്യത്തിൽ ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ പ്രോഗ്രാം പ്രക്ഷേപണം ചെയ്യുമ്പോൾ ഓണത്തിൻ്റെ തലേദിവസമായിരിക്കും, അതായത് ഉത്രാടത്തുനാൾ. അതിനോടനുബന്ധിച്ച് തന്നെ ഈ റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് തന്നെ അടിമാലിയും പരിസരവും മൂന്നാറും ഒക്കെ ജനനിബിഡമാകേണ്ടതാണ്. കാരണം ആളുകൾ മൂന്നാറിലേക്ക് പ്രവഹിക്കേണ്ടതാണ്. പക്ഷേ നമ്മുടെ റോഡുകളൊക്കെ കാലിയാണ്, ശൂന്യമാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പം വയനാട്ടിൽ ഞാൻ പോയപ്പോൾ അവിടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. അന്നേരം ഞാൻ കേട്ട ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ദുരന്തം, നമ്മുടെ ഇത്രയും സംവിധാനങ്ങളുണ്ടെങ്കിലും ദുരന്തം വേണ്ട രീതിയിൽ മുൻകരുതലെടുക്കാൻ ഉള്ള സംവിധാനങ്ങളൊന്നും ഗവൺമെൻറ് മിഷനറി ചെയ്തിട്ടില്ല. അവർ റെഡ് അലർട്ട്, യെല്ലോ അലർട്ട്, ഓറഞ്ച് അലർട്ട് എന്ന് പറയും. ആ സമയത്ത് നമ്മൾ എന്ത് പ്രിക്കോഷൻ എടുക്കണം എന്നുള്ള ഒന്നും ആർക്കും അറിയില്ല. ഈ റെഡ് അലർട്ട് വരുമ്പോൾ ടൂറിസ്റ്റ് മൂന്നാറിലേക്ക് വരാൻ പാടില്ല, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മുടെ നേര്യമംഗലം പാലത്തിനടുത്ത് വെച്ച് രാത്രി യാത്ര നിരോധിക്കുന്നു. അപ്പോൾ ടൂറിസത്തിനെതിരെ
ഉള്ള അലർട്ടുകളാണെന്നുള്ളതല്ലാതെ ജനങ്ങൾക്ക് ഈ അലർട്ട് കൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനം ഉണ്ടായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ യെല്ലോ അലർട്ട് അല്ലെങ്കിൽ റെഡ് അലർട്ട്, ഓറഞ്ച് അലർട്ട് എന്നീ പേരുകളിലൊക്കെയാണല്ലോ ഇപ്പോൾ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ പലപ്പോഴും ടൂറിസത്തെ ബാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ അടുത്ത കാലത്താണ് ആനത്താരകളുടെ ബോർഡൊക്കെ നമ്മുടെ നേര്യമംഗലം പാതയിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ആ ഫോറസ്റ്റുകാരുടെ ശക്തമായ ഇടപെടൽ അവിടെ നടക്കുന്നുണ്ട്. അത് സാധാരണക്കാർക്ക് അനുകൂലമായും പ്രതികൂലമായും ഒക്കെയാണെന്ന് അവരവകാശപ്പെടുന്നുണ്ട്. അതൊക്കെ മറ്റു രീതിയിൽ മരം മുറിക്കൽ സമരം നടക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ രാത്രികാല യാത്ര നിരോധിക്കുന്നുണ്ട്. ഇതൊക്കെ ടൂറിസത്തെ ബാധിക്കുന്നു എന്നാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഈ പ്രളയത്തിൻ്റെ കാര്യം അങ്ങ് സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ നമ്മുടെ നാട് അടുത്ത കാലത്ത് കണ്ട വൻ ദുരന്തങ്ങളിൽ ഒന്നാണ് നമ്മൾ ചൂരൽമലയിൽ കണ്ടതും. അതിനെക്കുറിച്ച് ഇപ്പോഴും ചർച്ച നടക്കുന്നു. അതിനെ സംബന്ധിക്കുന്ന വാർത്തകൾ വരുന്നു. അതുമായി ബന്ധപ്പെട്ട ദുരന്തത്തിലകപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കാനിരുന്ന പയ്യൻ്റെ മരണം സംഭവിക്കുന്നു. അത് മറ്റൊരു ദുരന്തമായി കേരളം ഏറ്റെടുക്കുന്നു. ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടക്കുകയാണ്. സാർ ഓർക്കുന്നുണ്ടാവുമല്ലോ 2018 പ്രളയം. തീർച്ചയായിട്ടും. എന്താണ് ആ പ്രളയത്തെക്കുറിച്ച്? നമ്മൾ ചരിത്രത്തിൽ ഒക്കെ വായിച്ചു കേട്ടിട്ടുള്ള 99 വെള്ളപ്പൊക്കം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു തനിയാവർത്തനം നമ്മളുടെ ലൈഫിൽ നേരിട്ട് കാണേണ്ടി വരും എന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും അനുഭവം ഉണ്ടല്ലോ, നമ്മളെല്ലാവരും അതിൻ്റെ സാക്ഷികളാണ്. ദൈവാനുഗ്രഹത്താൽ വലിയ അപകടം നമുക്കുണ്ടായില്ലെങ്കിലും ഈ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ മൊത്തം ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടു. അത് തീർച്ചയായിട്ടും ഒരു ദുഃഖകരമായ ഓർമ്മയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പോസിറ്റീവായ ചില കാര്യങ്ങളും ഉണ്ട്. ഉണ്ട്. 1924 സാർ സൂചിപ്പിച്ച അതെ, ഈ 99 വെള്ളപ്പൊക്കം നടക്കുന്നത്. ഈ 99 വെള്ളപ്പൊക്കം 99 മലയാള മാസമായതുകൊണ്ടാവാം അങ്ങനെ ആളുകൾ പറഞ്ഞ് ശീലിച്ചത്. ഏതായാലും അതൊരു വലിയ മഹാവിപത്തായി കേരളത്തെ ബാധിക്കുകയുണ്ടായി. മൂന്നാറിനെ അത് അതിശക്തമായി ബാധിക്കുകയും മൂന്നാർ ഇല്ലാതാവുകയും ചെയ്തു. അതിൻ്റെയൊക്കെ പടങ്ങൾ മൂന്നാർ പോസ്റ്റ് ഓഫീസിൽ, ടാറ്റയുടെ ഔട്ട്ലെറ്റിൽ ഒക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ധാരാളം ചിത്രങ്ങൾ കാണാൻ കഴിയും. അതിനുശേഷം നമ്മളുടെ ഒക്കെ ഓർമ്മയെ തങ്ങി നിൽക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ പെരുവിരലിലൂടെ ഭയം അരിച്ചു കയറി നമ്മുടെ നെറുകന്തലയിലേക്ക് കയറിയ നിമിഷങ്ങളായിരുന്നു 2018 ഈ പ്രളയം എന്ന് പറയുന്നത്. ശക്തമായിരുന്നു. അത് കേരളത്തെ മുഴുവൻ ബാധിച്ചു, ഇടുക്കിയിലെ ബാധിച്ചു. ആ കൂട്ടത്തിൽ ഞാൻ സാറിനെ പ്രത്യേകം വിളിക്കാനുള്ളൊരു കാരണം, ആ കൂട്ടത്തിൽ സാറിൻ്റെ മേഖല, അങ്ങ് ജീവിക്കുന്ന മേഖല, അമ്പഴച്ചാലിൽ നിന്നും മാങ്ങാപ്പാറയിലേക്കുള്ള പോകുന്ന വഴിയിൽ ഒരു മലയുടെ ഭാഗം തന്നെ ഇടിഞ്ഞു താഴോട്ട് പോരുകയുണ്ടായി. അത് ഭീകരമായൊരു ദൃശ്യമായിരുന്നു അന്നത്തെ കാലത്ത്. അത് ഒരിക്കലും അങ്ങനെ ഒരു ഉരുൾപൊട്ടലിന് സാധ്യതയുള്ള മേഖലയായിരുന്നു അത്? തീർച്ചയായിട്ടും അല്ലായിരുന്നു. സാധാരണ രീതിയിൽ നമ്മുടെ അനുഭവത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് പലപ്പോഴും ഈ വാട്ടർ സ്ട്രീംസ്, അതായത് ചെറിയ നീരുറവുകളോട് ചേർന്നിട്ടാണ്. അതായത് നമ്മുടെ ഏരിയയിൽ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ആ ഏരിയയിൽ വളരെ ഡെപ്തിലാണ്. ശരിക്കും ഗ്രൗണ്ട് വാട്ടർ ലെവൽ എന്ന് പറയുന്നത് ഒരു 100 അടിയുടെയെങ്കിലും താഴെയാണ്. ബോർവെല്ലിൽ വെള്ളം പോലും 100 അടി 200 അടിയിലൊക്കെ താഴെയാണ്. അപ്പം ഗ്രൗണ്ട് വാട്ടർ ടേബിൾ വളരെ താഴെയാണ്. അവിടെ ഒരു സ്ട്രീം ഇല്ല. സാധാരണ രീതിയിൽ ഒരു വലിയ സ്റ്റീപ്പായിട്ടുള്ള സ്ഥലമല്ല. ഉരുൾപൊട്ടലായിരുന്നില്ല അത്. ഞാൻ മനസ്സിലാക്കുന്നത് അത് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രതിഭാസമാണ്. വൻ രീതിയിലുള്ള മഴ തുടർച്ചയായിട്ട് പെയ്ത് കഴിയുമ്പം മണ്ണിൻ്റെ അടിയിലുള്ള ഒരു ലെയർ കളിമണ്ണിൻ്റെ ലെയർ അലുത്തുപോയും അവിടെ വലിയ ഒരു വോയിഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ആ സ്പേസിലേക്ക് മുകളിലുള്ള പാളി ഇരുന്ന് പോകുന്നതാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത്. സോയിൽ പൈപ്പിംഗ് ആണ് അവിടെ സംഭവിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഒരു ഇടുക്കിയിലെ ആ സമയത്ത് നടന്ന മണ്ണിടിച്ചിലുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട അന്നത്തെ MP ജോയ്സ് ജോർജ് സ്ഥലം സന്ദർശിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞത് ഇടുക്കിയിൽ റിപ്പോർട്ട് ചെയ്ത രണ്ടാമത്തെ വലിയ ലാൻഡ് സ്ലൈഡ്, ഉരുൾപൊട്ടലെന്ന് പറയത്തില്ല, ലാൻഡ് സ്ലൈഡ് ആയിരുന്നു നമ്മുടെ എന്നാണ്. പക്ഷേ ആ സമയത്തായതുകൊണ്ട് വലിയ മാധ്യമ ശ്രദ്ധ അതിന് കിട്ടിയില്ല. പിന്നെ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് പകലായിരുന്നുകൊണ്ട് അപകടം ഉണ്ടായില്ല. 3 വീടുകൾക്ക് 2 വീട് പൂർണ്ണമായിട്ടും നശിച്ചുപോയി. ഒരു വീട് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അപകടകരമായ അവസ്ഥയിലായിരുന്നു, സാറിന് അറിയാമല്ലോ. പക്ഷേ ആ സമയത്തായതുകൊണ്ട്, പകലായതുകൊണ്ട് അപകടം ഉണ്ടായില്ല. പിന്നെ ഒരുപാട് വലിയ അപകടങ്ങളുടെ ഇടയിലായതുകൊണ്ട് നമ്മുടെ അപകടം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടില്ല. അത് സാറ് പറഞ്ഞതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇടുക്കിയും കേരളവും അപകടങ്ങളുടെ നിഴലിലായിരുന്നു. ധാരാളമായി അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഇടിഞ്ഞു വീണ മണ്ണിന്റെ അളവ് കൂടുതലാണെങ്കിലും ആളപകടം ഉണ്ടാകാതിരുന്നത് കൊണ്ട് അത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ ഒരു പ്രദേശത്തേക്കുള്ള ആക്സസ് കംപ്ലീറ്റ് ഇല്ലാതാവുകയായിരുന്നു. ആ ഒറ്റ റോഡ് പോകുന്നു. ഈ ഇടിഞ്ഞു പോയ മലയുടെ ഭാഗത്ത് കാര്യമാത്ര പ്രസക്തമായ വീടുകളുണ്ടായി. ഒരു വീടിന് നേരിയ പരുക്കളുണ്ട് ഇല്ലേ? ഒരുപക്ഷെ അത് കാണാൻ കഴിയുമായിരിക്കും. ആ വീടിന്റെ പോർച്ച് പില്ലർ ഹാങ് ചെയ്തു.
തൂങ്ങിക്കിടക്കുന്നു. അതെ. ആ ഒരു അവസ്ഥയിലേക്ക് അത് നീങ്ങുന്നു. അത് ആ കാഴ്ച ഭീതിതമായിരുന്നു, പേടിപ്പെടുത്തുന്നതായിരുന്നു. അതിൻ്റെ താഴേക്ക് അഗാധമായ ഗർത്തം രൂപപ്പെടുന്നു. ആ ഗർത്തം രൂപപ്പെട്ടതിൽ അവിടെ ഉണ്ടായിരുന്ന മണ്ണെല്ലാം ഒലിച്ച് താഴെ ഇരുട്ടുകാനം മൂന്നാർ റോഡിലേക്ക് പതിക്കുന്നു. 2 വീട് പൂർണ്ണമായിട്ട് നശിച്ചുപോയി. 2 വീട് പൂർണ്ണമായിട്ട് നശിച്ചു അല്ലേ? താഴെ. താഴെ ഏതോ മൃഗങ്ങൾക്കൊക്കെ പരിക്ക് ഉണ്ട്. പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ തൊഴുത്തിൽ. താഴെ പഞ്ചായത്ത് റോഡ് ഉണ്ടായിരുന്നത് ഇതിലേക്ക് മണ്ണ് വന്ന് അടിഞ്ഞ് ആ പഞ്ചായത്ത് റോഡ് ഉപയോഗയോഗ്യമല്ലാതായി. അതെ, ആ പഞ്ചായത്ത് റോഡ് അതിൻ്റെ ഞങ്ങളുടെ ഇടയിലൂടെ. പഞ്ചായത്ത് റോഡ് ഇടിഞ്ഞ് വേറൊരു പഞ്ചായത്ത് റോഡിലാണ് വീണത്. അതെ അതെ അതെ, ഈ റോഡ് മുഴുവൻ വന്ന് രണ്ട്. മറ്റൊരു പഞ്ചായത്ത് റോഡിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് അത് കവിഞ്ഞിട്ടാണ് മറ്റു അതെ റോഡിലേക്ക് അതെ മെല്ലെ ചെളിയും ഇതൊക്കെ വന്നത്. ഏതായാലും ആ, അപകടം മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടാതെ ഒഴിവായി എന്നുള്ളത് സത്യമായിരുന്നു. ഞാൻ പറയാൻ വന്നത് അങ്ങനെ ധാരാളമായി അപകടങ്ങൾ ഇടുക്കി ജില്ലയിൽ സംഭവിച്ചിട്ടുണ്ട്. അത് അന്ന് നായ്ക്കുന്നിൽ സംഭവിച്ചു, ഒപ്പം തന്നെ വെള്ളത്തൂവലിന് പോണ വഴിക്ക് സംഭവിച്ചു, വെള്ളത്തൂവൽ കഴിഞ്ഞുള്ള പൊന്മുടിയിൽ സംഭവിച്ചു. നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ പുഴകളെല്ലാം കരകവിയുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും മണ്ണിടുകയും ഉരുൾപൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത, അങ്ങ് താമസിക്കുന്ന ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, നിങ്ങളത് റീകൺസ്ട്രക്റ്റ് ചെയ്തു. അതായത് ഇടിഞ്ഞു പോയ ആ മല അത്രയും പുനർനിർമ്മിച്ചു. അതൊരു വലിയ അതിജീവനത്തിൻ്റെ കഥയാണ്. അത് തീർച്ചയായിട്ടും ആർക്കും കഴിയാത്ത, ഒരുപക്ഷെ നമ്മുടെ പ്രദേശങ്ങളിൽ അടുത്ത കാലത്ത് ആർക്കും കഴിയാത്ത ഒരു പുനർനിർമ്മിതിയാണ് നിങ്ങൾ ചെയ്തത്. എങ്ങനെയാണ് സാർ? അപ്പോൾ ഒരു ആസ് എ എഞ്ചിനീയർ എന്ന നിലയിലും, സാർ മാത്രമല്ല അവിടെ ഒത്തിരി ആളുകൾ വേറെ ഉണ്ടെന്ന് എനിക്കറിയാം, എങ്ങനെയാണ് അത് സാധിച്ചത്? ആക്ച്വലി ആ റോഡ് 10 മീറ്ററോളം ഡെപ്തിലാണ് ഇടിഞ്ഞു പോയത്. 10 മീറ്ററോളം ഡെപ്തിൽ നമുക്ക് നടന്നു പോലും കടന്നു വരാൻ പറ്റാത്ത അത്രയും 30 മീറ്റർ നീളത്തിൽ 10 മീറ്റർ ഡെപ്തിലാണ് മണ്ണ് ഒഴുകിപ്പോയത്. അതിനുശേഷം പഞ്ചായത്തിൻ്റെ LSTയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ടീമും സ്ഥലം പരിശോധിച്ച ശേഷം ഈ റോഡ് പുനർനിർമ്മിക്കണമെങ്കിൽ അവർ റഫ് എസ്റ്റിമേഷൻ 30 മീറ്റർ നീളം 12 മീറ്റർ പൊക്കത്തിൽ ശരിക്കും ഒരു ഡാം പോലെ തന്നെ ഒരു ടെക്നോളജി ചെയ്യണമെന്നാണ് അവർ പ്രപ്പോസ് ചെയ്തത്. അതിന് വന്ന എസ്റ്റിമേഷൻ അവർ പറഞ്ഞത് 1.25 കോടി രൂപയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് മനസ്സിലായി ഒരു പഞ്ചായത്ത് റോഡിന് ഒരിക്കലും 1.25 കോടി രൂപയുടെ ഫണ്ട് അനുവദിക്കാനുള്ള ഒരു സാധ്യതയില്ല. അതിനൊക്കെ ഇമ്പോർട്ടൻസ് ഇല്ല. ഞങ്ങൾ 100-200 വീട്ടുകാർ മാത്രം താമസിക്കുന്ന ഒരു റോഡിലേക്ക് 1.25 കോടി നമ്മുടെ ഗവൺമെൻറ് അനുവദിക്കാൻ സാധിക്കില്ല, ഒരു പഞ്ചായത്തിന് ഒരിക്കലും സാധിക്കില്ല. അപ്പം ആദ്യം ഞങ്ങൾ ഒരു പാരലൽ റോഡ് എന്നുള്ളൊരു ഓപ്ഷൻ നോക്കി. അപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ എല്ലാ നാട്ടുകാരെയും വിളിച്ചുകൂട്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിനുശേഷം എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ആലോചിച്ചു. ഞങ്ങളുടെ ആ ഏരിയയിലുള്ള മുഴുവൻ ആൾക്കാരും അതിനോട് സഹകരിച്ചു എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. അപ്പോൾ ഒരു ഓപ്ഷൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഉപയോഗയോഗ്യമല്ലാതെ കിടന്ന ഒരു കൂപ്പ് റോഡ് ഉണ്ടായിരുന്നു. അതിന് 2.5 മീറ്റർ വീതി ഉണ്ടായിരുന്നു. 2 മീറ്റർ 2.5 മീറ്റർ. ആ റോഡിൽ 4 വീൽ ഡ്രൈവ് പണ്ട് പോകുമായിരുന്നു. പക്ഷേ ഒരു 800 മീറ്റർ, ഏകദേശം 1 കിലോമീറ്ററോളം ഞങ്ങൾക്ക് എക്സ്ട്രാ ദൂരമാണ്. പക്ഷെ എന്നാലും ഒരു വേ ഔട്ട് എന്നുള്ളതായിരിക്കും, ഞങ്ങൾക്ക് വേറെ വഴിയില്ല. ഞങ്ങളുടെ വാഹനം 5 മാസത്തോളം ഞങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റിയില്ല. ആ പ്രദേശത്ത് ഒരു സ്കൂളും പ്രവർത്തിക്കുന്നു. സ്കൂളുണ്ട്, ഒരു സ്കൂളുണ്ട്. സ്കൂളിലെ കുട്ടികളെല്ലാം ദൂരെ നിന്ന് നടന്നു വരേണ്ട സാഹചര്യമായിരുന്നു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് കഴിഞ്ഞപ്പോൾ സ്കൂളുകാരും അതുപോലെ തൊട്ടടുത്തൊരു റിസോർട്ട് ഉണ്ടായിരുന്നു, അവരും ഒക്കെ ഞങ്ങളോട് സഹകരിച്ചു. അപ്പോൾ എന്ത് തീരുമാനം എടുത്താലും ഞങ്ങൾ സഹകരിക്കാമെന്ന് അവർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നു. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ഞങ്ങൾ ആദ്യം ആ പഞ്ചായത്ത് റോഡ് ഉപയോഗയോഗ്യമല്ലാതെ കിടന്ന കൂപ്പ് റോഡ് റെഡിയാക്കേണ്ട സാധ്യതകൾ ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ അന്നത്തെ പഞ്ചായത്ത് മെമ്പർ ജോസിയായിട്ട് വളരെ കാര്യമായിട്ട് നമ്മളോട് സഹകരിച്ചു. അന്ന് വെള്ളത്തോൾ പഞ്ചായത്ത് മെമ്പർ KC ജോസ്. അതെ, അദ്ദേഹം നമ്മോട് വളരെ കാര്യമായിട്ട് സഹകരിച്ച ഒരാളാണ്. അപ്പം അദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 10 ലക്ഷം രൂപയോളം ഈ കൂപ്പ് റോഡ് നന്നാക്കാനായിട്ട് ഞങ്ങൾക്ക് അദ്ദേഹം അനുവദിച്ചു തരുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ മാക്സിമം. അത് അമ്പഴച്ചാൽ പാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ റൈറ്റിലേക്ക് കിടക്കുന്ന വഴിയിലൂടെ അല്പദൂരം പോയിട്ട് ലെഫ്റ്റ് കയറി പോവുകയാണ്. പക്ഷെ അതിനകത്തൊരു അത്ഭുതകരമായ ഒരു കാര്യം എന്താ വെച്ചാൽ, ആ റോഡിന് ഫണ്ടിന് വേണ്ടി ഞങ്ങൾ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, അന്നത്തെ മെമ്പർ നമ്മുടെ ഇൻഫന്റ് തോമസ്, അദ്ദേഹത്തെ ഞങ്ങൾ പോയി കണ്ടു. അദ്ദേഹം ഞങ്ങളോട് വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. ഞങ്ങൾ എല്ലാ പാർട്ടിക്കാരും നാട്ടുകാരും സീനിയറായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പക്ഷെ ഒരു കാര്യം പറഞ്ഞു, 6 മീറ്റർ വീതിയിൽ നിങ്ങൾ കൺസെൻറ്റ് മേടിച്ചുകൊണ്ട് വരണം. 2.5 മീറ്റർ റോഡിന് ജില്ലാ പഞ്ചായത്തിന് ഫണ്ട് തരാൻ പറ്റില്ല. 6 മീറ്റർ വീതിയിൽ നിങ്ങൾ കൺസെൻറ്റ്, എല്ലാവരുടെയും കൺസെൻറ്റ് മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ ഞാൻ തരാം എന്ന്, ഫണ്ട് തരാം എന്ന് പുള്ളി ഞങ്ങൾക്ക് വാക്ക് തരാം. അപ്പം ഞങ്ങൾക്ക് വലിയ ആശ്വാസമായി. പക്ഷേ ഒരു 20ഓളം ആൾക്കാരുണ്ട് ആ റോഡിൽ. അപ്പം ഏകദേശം 1 കിലോമീറ്റർ വരുന്ന റോഡിന് 6 മീറ്റർ വീതി എന്ന് പറയുമ്പോൾ ഏകദേശം 1 ഏക്കറോളം സ്ഥലം ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കണം പഞ്ചായത്തിന്. അതത്ര എളുപ്പമുള്ള കാര്യമില്ല. നമ്മുടെ ആൾക്കാരിൽ ഒരാൾ ഒബ്ജക്ഷൻ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വർക്ക് നടക്കില്ല. പക്ഷെ ഞങ്ങൾ അത്യാവശ്യം കൊണ്ട് ഞങ്ങൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി എല്ലാ വീടുകളിലും പോയി. ചിലരൊക്കെ ചെറിയ അഭിപ്രായം പറഞ്ഞെങ്കിലും ഞങ്ങൾ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഈ ഒരു 6 മീറ്റർ ലാൻഡ് വിട്ടുകൊടുക്കാൻ, പഞ്ചായത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു ഫോം ഉണ്ടല്ലോ,
ആ ഫോമിൽ ഇവരെല്ലാവരും ഒപ്പിട്ടു. അത് എല്ലാവരും ഒപ്പിട്ട് ഞങ്ങൾ വെറും 2ാമത്തെ ദിവസം വീണ്ടും ജില്ലാ പഞ്ചായത്ത് മെമ്പർ എടുത്ത് വന്നപ്പോൾ അദ്ദേഹത്തിനൊരു ഞെട്ടലായി. ഇത്ര പെട്ടെന്ന് ഇത്രയും പേര് ഇതെങ്ങനെ സാധിച്ചു സാധിച്ചു എന്ന് അദ്ദേഹം. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു, ഫണ്ട് അടുത്ത മാർച്ച് മാസമായിട്ട് തരാമെന്ന്. അപ്പോൾ ഓഗസ്റ്റ് ആയിട്ടുള്ളൂ. ഈ വർഷത്തെ ഫണ്ട് തീർന്നു. അടുത്ത പിന്നെ ഞങ്ങൾ പറഞ്ഞു, സാർ ഞങ്ങൾക്ക് എന്താണേലും വേറെ വഴിയില്ല, ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ ഞങ്ങൾക്ക് 30 ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിച്ചു തന്നു. അങ്ങനെ ഒരു പാരലൽ റോഡ് ഞങ്ങൾക്ക് കിട്ടി. ശരിക്കും 6 മീറ്റർ വീതി ഉണ്ട്, പക്ഷെ അതിൽ ടാറിങ് 3 മീറ്ററേ ഉള്ളൂ. പക്ഷെ അതൊരു മോട്ടോറബിൾ ആയിട്ടുള്ള ഒരു പാരലൽ റോഡ് ഞങ്ങൾക്ക് വന്നു. അപ്പോൾ പാരലൽ റോഡിനുള്ള ഫണ്ട് അലോക്കേഷൻ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇതെന്തായാലും പാരലൽ റോഡ് ഉണ്ടായി വരണമെങ്കിൽ ഒരു 6 മാസം സമയമെടുക്കും. 5-6 മാസം, ബിക്കോസ് ടാറിങ് ഉണ്ട്, എർത്ത് കട്ടിങ് ഉണ്ട്. അത് 5-6 മാസം സമയം. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഓൾറെഡി നശിച്ചുപോയ റോഡ് ഒന്ന് റെഡിയാക്കി എടുത്തുകൂടാന്നൊരു ആലോചന വന്നു. അപ്പോൾ അതിന് 2 ഘട്ടം ഉണ്ടായിരുന്നു, 2 സ്റ്റേജ് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു വീടിൻ്റെ പില്ലർ ഫൗണ്ടേഷൻ അടിയിൽ നിന്ന് മണ്ണ് പോയി 10 മീറ്ററോളം ഹൈറ്റിൽ ജോഷിയുടെ വീട് തൂങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഞങ്ങളുടെ റോഡിൻ്റെ തൊട്ടു മേൽഭാഗത്താണ്. അപ്പം ഞങ്ങളുടെ റോഡ് റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ ആ വീടിനെ സുരക്ഷിതമാക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. ആ വീട് അപകടകരമായിട്ട് മുകളിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ തൊട്ട് താഴെ റോഡ് റെഡിയാക്കാൻ സാധിക്കില്ലല്ലോ. ആ വീട് വല്ലാത്ത അപകടകരമായ അവസ്ഥയിലാണ് അന്ന് കാണുന്നത്. കാണുന്നവർ പേടിക്കുന്നു മാത്രമല്ല, ഞാൻ കെട്ടിട നിർമ്മാണ മേഖലയിൽ ഒരുപാട് വർഷമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ബിൽഡിംഗ് പണിതിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു സിറ്റുവേഷൻ എനിക്കും ഉണ്ടായിട്ടില്ല, ഫേസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചെന്ന് നോക്കുമ്പോൾ ഈ പില്ലർ 10 മീറ്ററോളം ഹൈറ്റിലാണ് ഹാങ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ ഈ പില്ലറിനെ ആദ്യം തന്നെ നമ്മളിതിന് ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്തണം, അല്ലെങ്കിൽ ബിൽഡിങ്ങിന് ഹാങ് ചെയ്യും. അപ്പോൾ ഇതിന് ഒരു സപ്പോർട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മുടെ സാധാരണ ഇരുമ്പ് ജാക്കി കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉപയോഗിക്കുന്ന ജാക്കി എന്ന് പറഞ്ഞ പ്രോപ്പ് എന്ന് പറഞ്ഞ സാധനത്തിന് 3.5 മീറ്ററേ മാക്സിമം ഹൈറ്റ് ഉള്ളൂ. 4 മീറ്ററിൻ്റെ അവൈലബിൾ, മാക്സിമം 4.5 മീറ്റർ. പക്ഷെ 9 മീറ്ററും 10 മീറ്ററിലും ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാമെന്ന് നോക്കിയപ്പോൾ ഒരു ഐഡിയയും ഇല്ല. ശരിക്കും ഞാനൊരു എക്സ്പെർട്ട് ഒപ്പീനിയന് വേണ്ടി പോയി. ഞാൻ സാറിനെ കൺസൾട്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ ഞാനോട് കൊണ്ടുവന്നു. അദ്ദേഹം വന്ന് കണ്ടിട്ട് നിർദ്ദയം എന്നോട് പറഞ്ഞു, ആ വീട് പൊളിച്ചു കളയുന്നത് നല്ലത്, ഇനി അത് റെഡിയാക്കി എടുക്കാൻ എളുപ്പമല്ല. നാളുകളിൽ ഞാനും കേട്ടു അങ്ങനെ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്കത് ജോഷിയോട്, ഈ വീടിൻ്റെ ഉടമസ്ഥനോട് അത് പറയാൻ പറ്റുന്ന കാര്യമല്ല. 3 വർഷം പോലും ആകാത്തൊരു വീട് പൊളിച്ചു കളയാൻ അവരോട് എങ്ങനെ എനിക്ക് പറയാൻ സാധിക്കും? അപ്പം ഞാൻ നമ്മുടെ ഒരു കോമൺ സെൻസ്, ശരിക്കും ഒരു വലിയ എഞ്ചിനീയറിംഗ് ഒന്നുമല്ല, ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ഞാൻ ജോഷിയുടെ അടുത്ത് ഡിസ്കസ് ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കിതിന് ഒരു ഇത്രയും ഹൈറ്റിലേക്ക് നമുക്ക് എന്തായാലും ജാക്ക് കൊടുക്കാൻ പറ്റില്ല, നമുക്ക് അവിടെ നിന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഫ്രെയിം ഉണ്ടാക്കണം. ആ ഫ്രെയിം നമ്മൾ C-ചാനൽ ആംഗിൾ ഉപയോഗിച്ചിട്ട് വെൽഡ് ചെയ്തൊരു ഫ്രെയിം ഉണ്ടാക്കി. ആ ഫോട്ടോയിൽ അത് കാണാം. C-ചാനൽ ഹാമർ ചെയ്ത് മണ്ണിലടി താത്തി C-ചാനൽ അടുത്തടുത്ത് അടുപ്പിച്ച് അതിൽ ക്രോസ് വെൽഡ് ചെയ്ത് ഒരു ചാനൽ ആംഗിൾ അടിച്ച് ഉള്ളിൽ മണ്ണ് ചാക്കുകൾ അടുക്കി ഞങ്ങൾ കയറി നിന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്യാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. അതിൻ്റെ കോസ്റ്റ് എല്ലാം ജോഷി തന്നെ വായിച്ചു കേട്ടോ, പക്ഷെ നമ്മളതിനെ സപ്പോർട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം നമ്മളൊരു 2 പ്രാവശ്യം ഇത് ജോയിൻ ചെയ്തു. ആദ്യം ഒരു 3 മീറ്ററിൽ കൂടുതൽ നമുക്ക് ഹാമർ ചെയ്യാൻ പറ്റില്ല. 3 മീറ്റർ ഹൈറ്റ് മണ്ണിലേക്ക് അടിക്കുമ്പോൾ 1.5 മീറ്റർ താഴും. അതിനുശേഷം 1.5 മീറ്ററിൽ ചാക്കടിക്കിയ ശേഷം അതിൻ്റെ മുകളിൽ വെൽഡ് ചെയ്ത് വീണ്ടും ജോയിൻ ചെയ്ത് ഞങ്ങൾക്ക് ഈ ബീമിൻ്റെ അടിയിലേക്ക് ആക്സസ് കിട്ടാവുന്ന ഹൈറ്റിലേക്ക് കയറി കൊണ്ടുവന്ന ശേഷം ഒരു ക്രോസ് ആയിട്ടൊരു C-ചാനൽ അടിച്ച് അതിൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ജോഷിയുടെ ആ വീടിൻ്റെ പില്ലറിൻ്റെ ഫൂട്ടിങ് സപ്പോർട്ട് ചെയ്തു. ശരിക്കും ഒരു 2 ഇഞ്ച് ഇത് പൊങ്ങി അത് ബീമിൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായി ഇനി പേടിക്കേണ്ട കാര്യമില്ല. അതുവരെ പ്ലാറ്റ്ഫോം ഉറപ്പുള്ളതായി തന്നെ ചാക്കിലല്ല ഞങ്ങളിത് ജാക്കി കൊടുത്തിരുന്നത്. ചാക്ക് നമുക്ക് കയറി നിൽക്കാനായിട്ടുള്ള സപ്പോർട്ടിന് അവിടുത്തെ ഭിത്തിക്ക് ഒരു സപ്പോർട്ടിന് വേണ്ടി കൊടുത്തു മാത്രമേ ഉള്ളൂ. ഈ C-ചാനൽ L ഷേപ്പിൽ അടിച്ച C-ചാനൽ ക്രോസ് ചെയ്ത് ഒരു C-ചാനൽ അടിച്ച് ആ C-ചാനലിൽ നിന്നാണ് ഞങ്ങൾ ഈ സപ്പോർട്ട് കൊടുത്തത്. അപ്പോൾ അങ്ങനെ വീടിന്റെ സുരക്ഷിതത്വം ഞങ്ങൾ ഉറപ്പാക്കി. അതിനുശേഷം നമുക്ക് ഈ 1.25 കോടി ഫണ്ട് കിട്ടാൻ സാധ്യതയില്ല എന്നറിയാവുന്നതുകൊണ്ട് നമ്മൾക്ക് ഏത് രീതിയിൽ ഇതിനെ രണ്ടാമത് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളത് കിടന്നു. അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ സാധാരണ ഇതിൽ നമ്മുടെ ഇവിടുത്തെ ലാൻഡിന്റെ ടെറൈൻ ഇതിലൊക്കെ സ്റ്റീപ്പായിട്ടുള്ള മണ്ണ് നിൽക്കുന്നത് നമുക്കറിയാം. മണ്ണ് സാധാരണ ഇതിൽ 45 ഡിഗ്രിയിൽ കൂടുതൽ സ്ലോപ്പ് ഉണ്ടെങ്കിലാണ് ഇടിയാൻ സാധ്യത. അത് 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ കറക്റ്റ് പകുതിയാണ്. അതായത് ഹൈറ്റും ബേസും സെയിം ആണ് 45 ഡിഗ്രി. അപ്പോൾ 45 ഡിഗ്രിയിൽ കൂടുതൽ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈറ്റ് വെർട്ടിക്കൽ ഹൈറ്റ് കൂടുകയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഓവർ ടേണിങ് മറിഞ്ഞു പോകാനുള്ള സാധ്യത കൂടും. അതേസമയം നമുക്ക്
ഈ ബേസിൻ്റെ നീളം കൂട്ടി 8 മീറ്റർ 10 മീറ്ററുള്ള ഹൈറ്റ് കൊണ്ടുവരേണ്ടപ്പം ഈ ബേസിനൊരു 16 മീറ്റർ ലെന്ത് കൊടുക്കുവാണെങ്കിൽ സ്ലോപ്പ് ഓട്ടോമാറ്റിക്കായിട്ട് 20 ഡിഗ്രി 22 ഡിഗ്രിയിലേക്ക് സ്ലോപ്പ് കുറയും, മണ്ണിൻ്റെ സ്ലോപ്പ്. അപ്പം ഞങ്ങൾ മണ്ണ് വീണ്ടും നമുക്ക് ഇങ്ങോട്ട് ടിപ്പർ ലോറിക്ക് താഴെ, ഭാഗ്യത്തിനാ താഴെ ഒരു പഞ്ചായത്ത് റോഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ടിപ്പർ ലോറി നിർത്തി ഈ പ്രകൃതി താഴേക്ക് നിക്ഷേപിച്ച മണ്ണ് ഞങ്ങൾ ടിപ്പർ ലോറിയിൽ കയറ്റി തിരിച്ചിവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് സാധ്യത ആലോചിച്ചു. അപ്പം വെറുതെ മണ്ണ് കൊണ്ട് ഇട്ടാൽ അതിന് ഉറപ്പില്ല. അപ്പം ഞങ്ങൾ കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട്, അതായത് മണ്ണിന് ഒരു ചെറിയ ഈർപ്പം ഉണ്ടായിരുന്നു, കറക്റ്റ് ഈർപ്പമുള്ള സമയമാണ്. വലിയ കൂടുതൽ ഈർപ്പം ഉണ്ടെങ്കിൽ നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റില്ല ചെളി. പക്ഷെ അത് ഒരു 2 മാസത്തോളം കഴിഞ്ഞാണ് ഞങ്ങൾ ചെയ്യുന്നത്. 2 മാസം കഴിഞ്ഞപ്പോൾ മണ്ണിന് ആവശ്യത്തിന് കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റിയൊരു ഈർപ്പമുള്ള സമയമായിരുന്നു. അന്നേരം ഞങ്ങൾ ആ മണ്ണ് കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് വൈബ്രേറ്ററി റോളർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. നമ്മുടെ നാഷണൽ ഹൈവേയിലെല്ലാം മണ്ണ് ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്ന റോളറിന്റെ പുതിയ രൂപമാണ്. അതിന് നിങ്ങൾ മക്ക് കൊണ്ടുവന്നില്ലേ? മക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ വൈബ്രേറ്ററി റോളർ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര എക്സ്പെൻസീവ്. അപ്പോൾ ഞങ്ങൾ അതിന് പകരമായിട്ട് നമ്മുടെ വലിയ പ്രൊക്ലൈൻ ഹിറ്റാച്ചി എന്ന് പറയുന്ന മെഷീൻ, ഞങ്ങൾ ലോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം, ഒരു 10-30 ലോഡ് മണ്ണ് മുകളിൽ കയറി കഴിയുമ്പോൾ അതിൽ ഞങ്ങൾ ഉപേക്ഷിച്ച് കിടന്ന ക്വാറിയിൽ നിന്ന് ഈ മണ്ണിൻ്റെ ഘടന ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, നമ്മുടെ മണ്ണിൽ ക്ലേയുടെ കണ്ടന്റ് ഭയങ്കര കൂടുതലാണ്. ആ മണ്ണ് മഴ പെയ്ത് കഴിയുമ്പോൾ സ്വെല്ല് ചെയ്യും, ഒരു ബുദ്ധിമുട്ടുള്ള മണ്ണ് അറിയാമല്ലോ, ചെളിയാകുന്ന മണ്ണ്. അപ്പം ഞങ്ങൾ അതിൽ ഒരു 30 ലോഡ് മണ്ണ് താഴെ നിന്ന് എടുത്ത ശേഷം നമ്മുടെ ശല്യാമ്പാറ റോഡിലുണ്ടായിരുന്ന ഉപേക്ഷിച്ചിടുന്ന സിക്സറിൻ്റെ ഒരു ക്വാറി ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പെർമിഷനോടുകൂടി അവിടെ നിന്ന് ഒരു 10 ലോഡോളം മക്ക് ഞങ്ങൾ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യും. അതിനുശേഷം കൺസോളിഡേറ്റ് ചെയ്യാൻ മറ്റു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഹിറ്റാച്ചി അതിൻ്റെ മുകളിൽ കൂടെ ഓടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചതിന് ഒരു ലെയർ കൺസോളിഡേറ്റ് ചെയ്യും. അപ്പോൾ ഒരു ലെയർ കൺസോളിഡേറ്റ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ ഭീകരാവസ്ഥ മാറി. അതായത് അവിടെ ചെന്ന് നിൽക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പം ഒരു 10 മീറ്ററോളം ഡെപ്ത്, ഞങ്ങളൊരു എത്ര ലോഡ് മണ്ണായിട്ടുണ്ടാവും? എനിക്ക് തോന്നുന്നു ഒരു 1300 ലോഡ് മണ്ണ് ഞങ്ങൾ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിലൊരു 200 ലോഡ് മണ്ണ് കയറി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭീകരാവസ്ഥ മാറി. ആൾക്കാർ കണ്ടാൽ ഇത് പ്രാക്ടിക്കലി നമുക്ക് റെഡിയാക്കി എടുക്കാം എന്നുള്ള ലെവലിലേക്ക് ആത്മവിശ്വാസത്തിലേക്ക് വന്നു ഞങ്ങൾ. അപ്പോൾ അതിൽ നമ്മൾ പ്രത്യേകം എടുത്തു വരേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് കൈമേയ് മറന്ന് ഞങ്ങളുടെ നാട്ടുകാർ അത് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ 100 രൂപ സഹായിക്കാൻ പറ്റും 100 രൂപ സഹായിച്ചു, 1000 രൂപ തരാൻ പറ്റുന്ന 1000 രൂപ എല്ലായിടത്തും ഞങ്ങളുടെ ആൾക്കാരെല്ലാം സഹകരിച്ചു. അതിന് പലരും ഞങ്ങൾ ഡിസംബർ മാസം പേരെടുത്ത് പറഞ്ഞാൽ ഒത്തിരി പേരുടെ പേരുണ്ടാവും, അതുകൊണ്ടാണ് പേരെടുത്ത് പറയാത്തതല്ലേ, ആരെങ്കിലും വിട്ടുപോകാൻ പാടില്ല. പക്ഷെ ഡിസംബർ മാസത്തിൽ ഞങ്ങൾ ഡിസംബർ 8-ാം തീയതിയാണ് ഞങ്ങൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. 2018 ആഗസ്റ്റ് 16-നാണ് ഇത് ഇടിയുന്നത്. പക്ഷേ മഴ മാറി, ഇത് ആലോചനയൊക്കെ കഴിഞ്ഞ് പറ്റ റോഡ് സമയമെടുക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് ഇതാണ് ഞങ്ങളുടെ ഷോർട്ടസ്റ്റ് റോഡ്. വേനൽ വന്നു കഴിഞ്ഞപ്പോൾ ഡിസംബർ മാസം വലിയ മഴയില്ലാത്ത മാസമായതുകൊണ്ട് ഡിസംബർ മാസമാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത്. ഡിസംബർ 8-ാം തീയതി നമുക്ക് മറക്കാൻ പറ്റുകയല്ലോ ആ ദിവസം. അന്നു മുതൽ ജനുവരി 3-ാം തീയതി ഞങ്ങളിത് വണ്ടി കടത്തിക്കൊണ്ട് പോരുന്നോടം വരെയുള്ള ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ നാട്ടുകാർ. അപ്പോൾ ആ സഹകരണം നമുക്ക് മറക്കാൻ പറ്റില്ല. അവരുടെ ഫുൾ ഡേ അവർ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് മോണിറ്റർ ചെയ്തു. ഈ പറഞ്ഞ പോലെ അവർക്ക് പണിക്കാർക്ക് ഫുഡ് കൊടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ആൾക്കാരുടെ സഹകരണം. പഴയ റോഡ് അതേപടി പുനഃപ്രതിഷ്ഠിക്കുക ചെയ്തത്. എനിക്ക് തോന്നുന്നത് അതിൽ ഇത്രയും കൂടെ നന്നായിട്ട് എല്ലാ കാര്യം എന്നറിയാമോ, അന്നത്തെ വെറും മണ്ണായിരുന്നെങ്കിൽ ഞങ്ങൾ ലെയർ ആയിട്ട് അതിനകത്ത് ഈ നമ്മുടെ മക്ക് ചേർക്കുക എന്ന് പറയുമ്പോൾ നാഷണൽ ഹൈവേയുടെ വർക്കിൽ സാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ വർക്കിൽ അവർ ബേസ് ഉപയോഗിക്കുന്നത് GSP എന്ന് പറഞ്ഞൊരു സാധനം, ഗ്രാനുലാർ സബ് ബേസ് എന്ന് പറയുന്ന ഈ സെയിം സാധനം. മക്ക് എന്ന് പറഞ്ഞാൽ 40 മെറ്റൽ, ചെറിയ മെറ്റൽ, പിന്നെ ക്ലേ എല്ലാം കൂടെ ചേർന്നൊരു മിക്സ് ഇട്ടിട്ടാണ് ബേസ് ചെയ്യുന്നത്. അത് ബേസിന് ഏറ്റവും നല്ല സാധനമാണ് മണ്ണിനേക്കാൾ. അപ്പം അത് വളരെ സേഫായിട്ട് ഞങ്ങൾ ഒരു മാസം കൊണ്ട് 1300ഓളം ലോഡ്, 1000 ലോഡ് മണ്ണും 300ഓളം ലോഡ് മക്കും ഇതിനകത്ത് സ്പ്രെഡ് ചെയ്ത് ഹിറ്റാച്ചി ഓടിച്ച് കൺസോളിഡേറ്റ് ചെയ്ത് ഒരു 10 ലക്ഷം രൂപ ചെലവിൽ ഞങ്ങൾ ഈ റോഡ് പഴയതിലും നന്നായി ശരിയാക്കിയെടുത്തു. ഈ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. 10 ലക്ഷം രൂപ. ഈ 10 ലക്ഷം രൂപ എങ്ങനെ സമാഹരിച്ചു? അത് ഞാൻ സ്കൂളുകാർ ഞങ്ങളോട് സഹകരിച്ചു. അതുപോലെ തന്നെ ഒരു സ്റ്റാർ എമിറേറ്റ്സ് റിസോർട്ട് ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ പറഞ്ഞ ഒരു വാക്കിന്റെ ധൈര്യത്തിലാണ് ശരിക്കും ഞാനതിന് മുന്നിട്ട് നിൽക്കാൻ കാര്യം. അദ്ദേഹം എന്നോട് പറഞ്ഞത് അതിന് എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യണം എന്ന് ബിജു പറഞ്ഞാലും ഞാൻ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. അതുപോലെ സ്കൂൾ മാനേജ്മെൻറ്റും ആ ധൈര്യം തന്നു. ബാക്കി ഞങ്ങൾ ഓരോ വീട്ടിലും കയറി ഞങ്ങൾ
കളക്ട് ചെയ്യാവുന്ന എമൗണ്ടുകൾ, ചെറിയ എമൗണ്ട് ആയിക്കോട്ടെ വലിയ എമൗണ്ട് ആയിക്കോട്ടെ, അങ്ങനെ 10 ലക്ഷത്തോളം രൂപ ഞങ്ങൾക്ക് കളക്ട് ചെയ്യാനും കഴിഞ്ഞോ? കളക്ട് ചെയ്യാൻ കഴിഞ്ഞു. ഓ, മുഴുവൻ ഓ. പൈസ ഞങ്ങൾ കളക്ട് ചെയ്തു. ആദ്യമായി അതിലെ വണ്ടി ഓടിച്ചപ്പോ ആരാ ഓടിച്ചത് കാണും? ഓർമ്മയുണ്ട്? അത് സത്യത്തിൽ ഇപ്പൊ ഞാൻ മറന്നുപോയി. കണ്ടിന്യൂസ് ആയിട്ട് കുറെ വണ്ടികൾ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കാറുണ്ടല്ലോ. നോക്കിയിരിക്കുകയാണ് വണ്ടികൾ കടന്നു പോകുമ്പോൾ. ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. ഇപ്പൊ അതിലൂടെ സാറ് മിക്കവാറും അങ്ങ് വണ്ടി ഓടിച്ച് കയറി പോകുന്നുണ്ടല്ലോ. ഇതൊരു വല്ലാത്ത വിജയഗാഥയാണ്, നിസ്സാര കാര്യമല്ല ഇത്. നമ്മൾ പ്രക്ഷേപണം ചെയ്യാൻ തീരുമാനിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഈ പരിപാടി സാറിനെ വിളിച്ച് റെക്കോർഡ് ചെയ്യാൻ തീരുമാനിക്കുന്നത് തന്നെ, ഇത് സമൂഹത്തിനൊരു പാഠമാണ്, അതിജീവനത്തിൻ്റെ ഒരു പാഠമാണ്. കാരണം ഇത് ആളുകൾ അറിയേണ്ടതുണ്ട്. വല്ലാണ്ട് നശിച്ചു പോയ ഒരു ഭൂപ്രദേശം, അല്ലെങ്കിൽ പ്രളയം വിഴുങ്ങിയ ഒരു ഭൂപ്രദേശത്തെ അതേപടി പുനർനിർമ്മിക്കുമ്പോൾ കുറെ കൂടി പ്രകൃതി ഒരുക്കിയതിനേക്കാൾ നന്നായി ഒരുക്കിയെടുക്കുക, അതിൻ്റെ പിന്നിൽ ഒരു എൻജിനീയറിംഗ് ഉണ്ടാവുക, അതിൻ്റെ പിന്നിൽ ജനങ്ങൾക്ക് പ്രത്യാശ കൊടുക്കുക, ഇതൊക്കെ ഒരു വലിയ കാര്യമായിരുന്നു. അപ്പോൾ വാഹനം ഓടി പോയ ആ നിമിഷങ്ങൾ എന്ത് തോന്നിയെന്ന്? അല്ല, തീർച്ചയായിട്ടും നമുക്ക് ഒരു വലിയ സന്തോഷം തോന്നിയ സമയമാണത്. ബിക്കോസ് ഞങ്ങൾ ആരും ആ റോഡ് രണ്ടാമത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് ഉപേക്ഷിച്ചാൽ മതി എന്നായിരുന്നു പബ്ലിക് പറഞ്ഞിരുന്നത്, അല്ലേ? ആ റോഡ് അത് മാത്രമല്ല, ഞാൻ ആദ്യമായി അത് വന്ന് കാണുമ്പോൾ, അവിടെ മണ്ണിടിഞ്ഞു എന്ന് പറഞ്ഞ് വന്ന് കാണുമ്പോൾ അത്ഭുത പരതന്ത്രനായി, അത്ഭുത സ്തബ്ധനായി നോക്കി നിന്നതാണ്. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന്. ആ വഴി പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിച്ചതില്ല. പക്ഷേ അതിന് വേണ്ടത്ര മാധ്യമ ശ്രദ്ധ അപകടം സംഭവിച്ചപ്പോൾ നടന്നതുപോലെ തന്നെ നിങ്ങളുടെ പുനർനിർമ്മാണത്തിനും ഉണ്ടായില്ല. കിട്ടിയില്ല. ഞങ്ങളൊരു മാധ്യമ ശ്രദ്ധ ഉദ്ദേശിച്ചില്ല. അല്ല, അത് വേണ്ട. പക്ഷെ അത് ഈ മാധ്യമ ശ്രദ്ധ ഒരുപക്ഷെ നിങ്ങളെ കേന്ദ്രീകരിച്ച് നിങ്ങൾക്കൊരു പോപ്പുലാരിറ്റി ഉണ്ടാകാനല്ല, നേരെ മറിച്ച് ഇങ്ങനെ തകർന്നു പോയ റോഡുകൾ മനുഷ്യ പ്രയത്നത്തിന്റെ ഭാഗമായി, മനുഷ്യ അധ്വാനത്തിന്റെ ഭാഗമായി, കൂട്ടായ മനുഷ്യച്ഛയുടെ ഭാഗമായി പുനർനിർമ്മിക്കാൻ കഴിയുമെന്ന സന്ദേശം ജനത്തിന് കൊടുക്കേണ്ടതില്ല. അതിന് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞല്ലോ സാറേ, താഴത്തെ ഒരു റോഡ് കൂടെ ഉപകാരപ്രദമായി, അല്ലെങ്കിൽ ആ റോഡ് ബ്ലോക്കായി കിടക്കുമായിരുന്നു. പഞ്ചായത്ത് റോഡ് വേറെ ഒരു പഞ്ചായത്ത് റോഡിലേക്കാണ് ഈ മണ്ണ് വീണത്. തീർച്ചയായിട്ടും അത് ഞങ്ങൾ മാറ്റിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ റോഡും ഉപയോഗപ്പെടും. അപ്പോൾ സാർ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ റോഡിൽ കൂടെ, മെയിൻ റോഡിൽ കൂടെ വേണമായിരുന്നു ഈ ഓരോ ലോഡ് മണ്ണ് മുകളിലേക്ക് വരാൻ. നമുക്ക് ഒരു ലോറി ലോഡ് മണ്ണ് മെയിൻ റോഡിൽ ഇറക്കിയാൽ വില്ലേജ്, പോലീസ്, അത്തരമുള്ള പല തടസ്സങ്ങളുണ്ട്. പക്ഷെ ഈ ജനകീയ ഒരു മുന്നേറ്റം കൊണ്ട് ഒരു വിധത്തിലുള്ള ശല്യങ്ങളും ഇല്ലാതെ ആൾക്കാർ അതിനോട് സഹകരിച്ചു. പിന്നെയും ചിലർക്കൊക്കെ ഒരു പ്രാവശ്യം ഇടിഞ്ഞത് നിങ്ങൾ എടുത്തിട്ട് ഇനി ഇടിയുമോ എന്നൊക്കെയുള്ള ആശങ്കകളുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതിന് പരിഹാരം എന്നോണം നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ MLA രാജേന്ദ്രൻ ഒരു ഫണ്ട്, നമുക്ക് 25 ലക്ഷം രൂപയുടെ ഫണ്ട് വെച്ച് ഞങ്ങൾ താഴത്തെ എൻഡിൽ ഒരു അഡീഷണൽ റിട്ടേൺ, പഞ്ചായത്ത് റോഡിനോട് ചേർന്ന്, അതെ, 2 വർഷം കഴിഞ്ഞിട്ടാണ്. പക്ഷെ അതോട് പൂർണ്ണമായിട്ടും അത് സേഫായി. പക്ഷെ ഞാൻ എപ്പോഴും നമ്മുടെ റോഡുകളിൽ ഒരു ബോർഡ് കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട്, ജനങ്ങൾ കാഴ്ചക്കാരല്ല എന്താ ജനങ്ങൾ കാഴ്ചക്കാരല്ല, ജനങ്ങളാണ് ഇതിന്റെ ഉടമസ്ഥരെന്നുള്ള ഒരു മെസ്സേജ് കാണാറില്ലേ? അപ്പം ഞങ്ങളത് എപ്പോഴും ഓർക്കും. അതായത് ഈ റോഡ് കുറേ വർഷങ്ങളോളം ഒരു ചെറിയ കുഴി വന്നാൽ ഞങ്ങൾ ഒരു കമ്മിറ്റിയുണ്ട്, ഞങ്ങൾ പറയും ഇത് വലിയ കുഴി അയക്കാൻ നമുക്ക് ഫണ്ട് കിട്ടാനില്ല, അപ്പം നമുക്ക് ഇപ്പം തന്നെ അതൊന്ന് പാച്ച് വർക്ക് ചെയ്ത് അവസാനിപ്പിച്ചാൽ ഇത് വലിയ കുഴിയാവുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമില്ല. സർക്കാർ ഫണ്ടിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കാറില്ല. അവിടെ ഒരു കുഴി വന്നാൽ ഞങ്ങൾ തന്നെ കൂടി കോൺക്രീറ്റ് ഇട്ട് അത് അടയ്ക്കും. പല പ്രാവശ്യം ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. എനിക്കത് സത്യത്തിലില്ലേ, ഒരു തോക്കുപാറ ഏരിയയിലൊക്കെ ചിലയിടത്ത് മെയിൻ റോഡിൻ്റെ സൈഡിൽ വലിയ കുഴികൾ കിടക്കുന്ന കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ഒരു വിഷമം തോന്നും. ആ ഏരിയയിലുള്ള 4 പേര് വിചാരിച്ചാൽ നിസ്സാരമായിട്ട് അതിരിത്തിരി കോൺക്രീറ്റ് സ്റ്റാർട്ടിങ്ങിലിട്ടാൽ നാളെ ഒരു പക്ഷേ ഒരു ഹതഭാഗ്യനായ ബൈക്കുകാരൻ അതിനകത്ത് വീണ് അപകടം ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മൾ സർക്കാരിനെ കുറ്റം പറയും, അതിനകത്ത് വേണം ഒരു വാഴ വയ്ക്കും. പക്ഷെ നമ്മൾ 4 പേര് വിചാരിച്ചാൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു സംഘം വിചാരിച്ചാൽ നിസ്സാരമായിട്ട് തീർച്ചയായിട്ടും മനുഷ്യന്റെ രീതികള്, മനുഷ്യന്റെ ചെയ്തികളൊക്കെ ആകെ മാറിപ്പോയ ഒരു കാലമാണല്ലോ സാർ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണ്. കറക്റ്റ്, അതാണ്, നമ്മൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന്. ഇപ്പോൾ ഒരു കല്ല് വീണ് കിടന്നാൽ പോലും അത് പഞ്ചായത്ത് മാറ്റട്ടെ അല്ലെങ്കിൽ വില്ലേജ് മാറ്റട്ടെ, സർക്കാരിന്റെ പണിയാണെന്നൊക്കെ ആളുകൾ പലപ്പോഴും സാറേ നമ്മൾ പോകുന്ന സമയത്ത്, വണ്ടി കൊണ്ട് പോകുന്ന സമയത്ത് വണ്ടി ഇടിച്ചൊരു പട്ടി ചത്ത് റോഡിൽ കിടന്നാൽ ഞാൻ പലപ്പോഴും ഓർക്കും, എനിക്ക് തിരക്കുള്ള സമയമല്ല ഞാൻ ഇറങ്ങി മാറ്റി വെക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അതായത് അത് കടന്നാൽ കാണുന്നവൻ കാണാതെ പോകും, പഞ്ചായത്ത് എടുക്കട്ടെ, അതിൻ്റെ മുകളിൽ കൂടെ മറ്റു വണ്ടികൾ കയറി റോഡ് നാശമായി പോയാലും നമ്മുടെ ആൾക്കാർ തീർച്ചയായിട്ടും അതിന്റെ ശരീരം മുഴുവൻ ചിതറിത്തെറിച്ച് കാക്കയും അതുണ്ട്. അത് നമ്മുടെ സാമൂഹ്യ ബോധം കുറഞ്ഞു വരുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും സമയത്തിന്റെ പരിമിതിയും കൂടി ഉള്ളതുകൊണ്ടാണ് സാർ, നിങ്ങളുടെ ഈ പ്രത്യേകിച്ച് 2018 ഈ റോഡിനെ വീണ്ടെടുത്ത ഒരു കഥ മാലോകർ അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത്
അപ്പോൾ അത് സമയം വൈകി എന്നുള്ളത് നമുക്കൊരു പ്രശ്നമല്ല. എപ്പോഴത്തെ കാലത്തായാലും ആളുകൾ ഇതിൻ്റെ ദൃശ്യങ്ങളോടുകൂടി തന്നെ ഈ ഒരു വിജയഗാഥ അറിയേണ്ടതുണ്ട്. കാരണം മനുഷ്യൻ നോക്കിയാൽ ഇപ്പോൾ വൈലോപ്പിള്ളിയുടെ ഒരു കഥയുണ്ട്, കവിതയുണ്ട്, മല തുറക്കുന്നവർ. അത് നടക്കില്ല ഒരിക്കൽ പോലും. ഈ വലിയ മലയെ ഭേദിച്ചിട്ട് അതിനെ തുരങ്കം ഉണ്ടാക്കി തീവണ്ടി ഊളിയിടാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു അച്ഛൻ, അതല്ല ഈ തീവണ്ടി ഇതിലെ കടന്നു പോകുമെന്ന് തന്നെ നനയ്ക്കുന്ന ഒരു മകൻ. അപ്പോൾ അത് അച്ഛൻ ഓരോ ദിവസവും പണി കഴിഞ്ഞ് വരുമ്പോൾ മകനോട് പറയും, വിശ്രമിക്കുമ്പോൾ അവർ അന്തി ഉറങ്ങുമ്പോൾ പറയും, ഇത് നടക്കില്ല, ഇത്ര വലിയ ഈ പർവ്വത നിരയെ ഭേദിച്ച് ഒരു തീവണ്ടിക്ക് ചൂളം വിളിക്കാൻ കഴിയില്ലെന്ന് തന്നെ അച്ഛൻ വിശ്വസിച്ചു. പക്ഷെ മകൻ പറയും സാധിക്കുമെന്ന്. അവസാനത്തെ തുരങ്കവും അവസാനത്തെ ഭാഗവും ഭേദിച്ചു കഴിയുമ്പോൾ അപ്പനൻ ഒച്ചയങ്ങ് കേൾക്കാമോ എന്ന് മകൻ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പനെ എനിക്ക് കേൾക്കാം എന്നുള്ളതാണ് കവിത അവസാനിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യപ്രയത്നത്തിന് സാധിക്കാത്ത കഴിയാത്ത കാര്യങ്ങളൊന്നുമില്ല. ഒരർത്ഥത്തിൽ അമ്പഴച്ചാലിലെ ഈ വീണ്ടെടുപ്പ്, അമ്പഴച്ചാലിലെ ഈ വലിയ വിജയഗാഥ പ്രകൃതിയെ വെല്ലുവിളിച്ചല്ല, പ്രകൃതിയോടൊട്ടി നിന്ന് പ്രകൃതിയെ പുനഃസ്ഥാപിച്ച ഒരു വലിയ കഥയാണ് അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇത് ആളുകൾക്ക് ആവേശകരമാണ്, പ്രചോദനാത്മകമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നുകൊണ്ടാണ് അങ്ങേക്ക് നേതൃത്വം കൊടുത്ത അങ്ങയെ ഇവിടെ വിളിക്കുകയും മീഡിയ നെറ്റുമായി സംവദിക്കാൻ അവസരം തരികയും ചെയ്തത്. നന്ദിയുണ്ട്. താങ്ക് യു. അമ്പഴച്ചാലിലെ മാങ്ങാപ്പാറയിലേക്കുള്ള റോഡ് ജനത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ടും മനഃശക്തി കൊണ്ടും എങ്ങനെ വീണ്ടെടുത്തു എന്നതിൻ്റെ കഥയാണ് നമ്മൾ കേട്ടത്. ഇത് തീർച്ചയായിട്ടും മറ്റിടങ്ങളിലേക്കും പകർത്താവുന്നതാണ്. വേണ്ടത്ര മാധ്യമശ്രദ്ധ അപകടം നടന്ന സമയത്തും അത് പുനർനിർമ്മിച്ച സമയത്തും കിട്ടിയില്ല എന്നുള്ളത് ഒരു കുറവല്ല. പക്ഷേ ഇത് ലോകത്തെവിടെയും വീണ്ടും മാതൃകയാക്കാവുന്ന ഒരു വലിയ ശ്രമമാണ്. നന്ദി, നമസ്കാരം.